നമസ്കാരം. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ അമിത അളവിൽ വെടിമരുന്നുണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. വെടിക്കെട്ട് ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള ചർച്ചകൾ തുടങ്ങും. ഒളിമ്പിക്സിൽ അടക്കം നടത്തുന്നതുപോലെ വർണ്ണാഭമായ രീതിയിൽ നടത്തണം. വലിയ രീതിയിലുള്ള ശബ്ദം ഒഴിവാക്കി വർണ്ണത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയിൽ ക്രമീകരിക്കണം. തൃശൂർ പൂരത്തിന്റെ ഈ വർഷത്തെ വെടിക്കെട്ട് തന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്നും വി.എൻ. വാസവൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കോടാലിയിൽ പാമ്പുകടിയേറ്റ സഹോദരങ്ങളുടെ വീട്ടിൽ സർപ്പ ടീം നടത്തിയ പരിശോധനകൾ അവസാനിപ്പിച്ചു. വീടിന്റെ തറയുടെ ഒരു ഭാഗം പൊളിച്ച് നടത്തിയ പരിശോധനയിൽ പാമ്പിന്റെ ഉറവിടം കണ്ടെത്താനായില്ല. മാള സിനഗോഗ് കെട്ടിടത്തിന്റെ സംരക്ഷണ ചുമതല കരാർ പ്രകാരം മുസിരിസ് പ്രൊജക്ട് ലിമിറ്റഡിന് നൽകിയിട്ടുണ്ടെങ്കിലും ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. സംരക്ഷണ ചുമതല ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കണമെന്നാണ് പുതിയ ആവശ്യം. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ഉത്തരവാദിത്തമില്ലായ്മ മൂലം കയ്പമംഗലത്ത് നാട്ടുകാരും യാത്രക്കാരും ദുരിതത്തിലായി. ഒരു മാസത്തോളമായി ഈ മേഖലയിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നും ആരോപണം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കോടാലിയിൽ പാമ്പുകടിയേറ്റ സഹോദരങ്ങളുടെ വീട്ടിൽ സർപ്പ ടീം നടത്തിയ പരിശോധനകൾ അവസാനിപ്പിച്ചു. വീടിന്റെ തറയുടെ ഒരു ഭാഗം പൊളിച്ച് നടത്തിയ പരിശോധനയിൽ പാമ്പിന്റെ ഉറവിടം കണ്ടെത്താനായില്ല. വീടിന്റെ പല ഭാഗങ്ങളിലായി തുടർച്ചയായി പാമ്പിനെ കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് പൊളിച്ച് പരിശോധന നടത്തിയത്. വീടിന്റെ പല ഭാഗങ്ങളിലായി തുടർച്ചയായി പാമ്പിനെ കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് പൊളിച്ച് പരിശോധന നടത്തിയത്. ബാത്റൂമിന്റെ പൈപ്പിനകത്തുകൂടെ പാമ്പ് കടക്കുന്നു എന്നായിരുന്നു സംശയം. ബാത്റൂമിൽ പാമ്പ് കയറാൻ ഇടയുള്ള ഭാഗം സീൽ ചെയ്യും. വീട്ടിലും പരിസര പ്രദേശങ്ങളിലും വനം വകുപ്പിന്റെ തുടർ നിരീക്ഷണം തുടരും. അതേസമയം അനൂഷിനെ ഡിസ്ചാർജായി ഈ വീട്ടിലേക്ക് കൊണ്ടുവരില്ലെന്ന് മാതാപിതാക്കൾ അറിയിച്ചു. ഇനിയും ഭാഗ്യം പരീക്ഷിക്കാനില്ലെന്നും സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന് പിതാവ് സിൽജോയും മാതാവ് ജോൺസിയും പറയുന്നു. ഇന്നലെയും വീട്ടിൽ നിന്ന് പാമ്പിനെ പിടികൂടിയിരുന്നു. വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് വീണ്ടും പാമ്പിനെ കണ്ടെത്തിയത്. ഇതോടെ കോടാലിയിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ പാമ്പുകളുടെ എണ്ണം 5ആയി. കുട്ടികളെ കടിച്ച ശംഖുവരൻ ഇനത്തിൽപ്പെട്ട പാമ്പാണ് നേരത്തെ 4 തവണയും വീട്ടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. 8 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിക്കുകയും സഹോദരൻ അവശനിലയിലാവുകയും ചെയ്തതിന് പിന്നാലെ കോടാലിയിലെ വീടിന് ചുറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീയിട്ടിരുന്നു. ആൽജോയുടെ വീട്ടിൽ രണ്ടാമതും പാമ്പിനെ കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു അത്. വീട്ടിൽ കൂടുതൽ പാമ്പിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് വീടിന് ചുറ്റും തീയിട്ടത്. കഴിഞ്ഞ 19-നാണ് അനൂഷിനും ആൻജോയ്ക്കും വീട്ടിൽ ഉറങ്ങുന്നതിനിടെ തലയിണയ്ക്കകത്ത് ഉണ്ടായിരുന്ന പാമ്പിന്റെ കടിയേൽക്കുന്നത്. അബോധാവസ്ഥയിൽ സഹോദരങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ നാട്ടുകാർ വീട്ടിൽ നടത്തിയ തെരച്ചിലിലാണ് ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ ഇവരുടെ കിടപ്പുമുറിയിൽ നിന്നും കണ്ടെത്തിയത്. അമ്മയ്ക്കൊപ്പം ആദ്യം കിടപ്പുമുറിയിൽ നിലത്തും പിന്നെ കട്ടിലിലും കുട്ടികൾ കിടന്നിരുന്നു. അന്നേ ദിവസം പുലർച്ചെ 2 മണിയോടെ ഇരുവർക്കും വയറുവേദനയും തളർച്ചയും അനുഭവപ്പെട്ടു. രാത്രി കഴിച്ച ഭക്ഷണത്തിന്റെ പ്രശ്നമാകാം എന്നാണ് മാതാപിതാക്കൾ ആദ്യം കരുതിയത്. വായിൽ നിന്ന് നുരയും പതയും വരാൻ തുടങ്ങിയതോടെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പാമ്പുകടിയാണ് ദേഹാസ്വാസ്ഥ്യത്തിന് കാരണമെന്നും അവിടുത്തെ ഡോക്ടറാണ് സ്ഥിരീകരിച്ചത്. ആശുപത്രിയിലെത്തി മിനിറ്റുകൾക്കകം ആൽജോയ്ക്ക് ജീവൻ നഷ്ടമാവുകയായിരുന്നു. മീഡിയ ടൈം, കൊടകര. മാള സിനഗോഗ് കെട്ടിടത്തിന്റെ സംരക്ഷണ ചുമതല കരാർ പ്രകാരം മുസിരിസ് പ്രൊജക്ട് ലിമിറ്റഡിന് നൽകിയിട്ടുണ്ടെങ്കിലും ആവശ്യമായ സുരക്ഷാ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. മുമ്പ് കെട്ടിടത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് പരാതി നൽകിയിട്ടും ഫലപ്രദമായ യാതൊരു നടപടിയും ഉണ്ടായില്ല. സംരക്ഷണ ചുമതല ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കണമെന്നാണ് പുതിയ ആവശ്യം. ചരിത്ര സ്മാരകമായ മാള യഹൂദ സിനഗോഗ് കെട്ടിടത്തിന്റെ സംരക്ഷണത്തിൽ ഗുരുതരമായ അനാസ്ഥ തുടരുന്നതായി പരാതി. പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്താണ് ചീഫ് സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി, ജില്ലാ കളക്ടർ, മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയത്. മാള ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള കെട്ടിടത്തിന്റെ സംരക്ഷണ ചുമതല കരാർ പ്രകാരം മുസിരിസ് പ്രൊജക്ട് ലിമിറ്റഡിന് നൽകിയിട്ടുണ്ടെങ്കിലും ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതിയിൽ പറയുന്നത്. മുമ്പ് കെട്ടിടത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് പരാതി നൽകിയിട്ടും യാതൊരു ഫലപ്രദമായ നടപടിയും ഉണ്ടായില്ലെന്നും ഇതിന്റെ ഫലമായി കഴിഞ്ഞ ജൂൺ 12-ന് മേൽക്കൂര ഇടിഞ്ഞു വീണ് സംഭവം ഉണ്ടായതായി പരാതിയിൽ പറയുന്നു. തകർന്ന മേൽക്കൂര താൽക്കാലികമായി പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മൂടിയെങ്കിലും അത് ശരിയായി സ്ഥാപിക്കാത്തതിനാൽ കീറിപ്പോയതായും പിന്നീട് കെട്ടിയ മറ്റൊരു ഷീറ്റ് കേടായ നിലയിലാണെന്നും ആരോപിക്കുന്നു. മഴയും വെയിലും നേരിട്ട് ഏൽക്കുന്നതിലൂടെ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടായിരിക്കാമെന്ന് ആശങ്കയുമുണ്ട്.
ഇത് കെട്ടിടത്തിന്റെ സുരക്ഷയ്ക്കും പൈതൃക മൂല്യത്തിനും വലിയ ഭീഷണിയാണെന്നും ഉടൻ ശാസ്ത്രീയമായി പുനരുദ്ധാരണം നടത്താത്ത പക്ഷം കെട്ടിടം പൂർണ്ണമായും നശിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ 10 മാസമായി ഇവിടെ ഒരു പ്രവർത്തനങ്ങളും നടത്താതെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന ബോർഡ് മാത്രമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം നടത്തി ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. മുസ്ലിംസ് പ്രൊജക്ട് ലിമിറ്റഡുമായുള്ള കരാർ റദ്ദാക്കി ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ സംരക്ഷണം ഉറപ്പാക്കണം. ഗ്രാമപഞ്ചായത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം ഈ കമ്പനിയെ ചുമതലപ്പെടുത്തണമെന്നുമാണ് മറ്റ് പ്രധാന ആവശ്യങ്ങൾ. കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണതുമായി ബന്ധപ്പെട്ടും അവിടെ നടത്തിയ പുനർനിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ചും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് പരാതിയിൽ നൽകിയിട്ടുണ്ട്. മാള ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള യഹൂദ സിനഗോഗ് കെട്ടിടത്തിന്റെ സംരക്ഷണത്തിൽ ഗുരുതരമായ അനാസ്ഥ തുടരുന്നതിനാൽ സംരക്ഷണം ഉടമസ്ഥരായ മാള ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വേണമെന്നാണ് ആവശ്യം. ഈ ആവശ്യം മുൻനിർത്തിയാണ് ഇപ്പോൾ അധികൃതർക്ക് പരാതി നൽകിയിരിക്കുന്നത്. തുടർ നടപടി എന്താകുമെന്നറിയാൻ കാത്തിരിക്കാം. ക്യാമറാമാൻ ടോജോയോടൊപ്പം അനഘ, മീഡിയ ടൈം. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ഉത്തരവാദിത്തമില്ലായ്മ മൂലം കയ്പമംഗലത്ത് നാട്ടുകാരും യാത്രക്കാരും ദുരിതത്തിലായി. 1 മാസത്തോളമായി ഈ മേഖലയിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. കാനപ്പണി പൂർത്തിയാകാത്തതിനാൽ സർവീസ് റോഡ് തുറക്കാനാകില്ലെന്നാണ് നിർമ്മാണ കമ്പനി പറയുന്നത്. കാളമുറി സെന്ററിൽ നിന്നും കിഴക്കോട്ടുള്ള റോഡിലുള്ള തടസ്സങ്ങൾ വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. NH പണിക്കായി സർവീസ് റോഡിൽ വെച്ച തടസ്സങ്ങളും പാതിവഴിയിൽ പണി നിർത്തിയ കാനയുമാണ് ജനങ്ങൾക്ക് ദുരിതമാവുന്നത്. കയ്പമംഗലം 12 മുതൽ വഴിയമ്പലം വരെയുള്ള ഭാഗങ്ങളിലാണ് പ്രശ്നം. സർവീസ് റോഡിലൂടെ വരേണ്ട ബസ് സർവീസുകൾ 1.5 മാസമായി പാലത്തിന് മുകളിലൂടെ പ്രധാന ഹൈവേയിലൂടെയാണ് പോകുന്നത്. ഇതുമൂലം വിദ്യാർത്ഥികളും പ്രായമായവരും ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് ബുദ്ധിമുട്ടുന്നത്. കാളമുറി സെന്ററിലെ ബസ് സ്റ്റോപ്പിലെത്തേണ്ട ബസ്സുകൾ കിലോമീറ്ററോളം അകലെയുള്ള സ്റ്റോപ്പുകളിലാണ് വരുന്നത്. ബസ് സർവീസ് ആശ്രയിച്ചു കഴിയുന്ന യാത്രക്കാർ ഇത്രയും ദൂരം നടന്നു വലയുകയാണ്. 1.5 മാസം മുൻപാണ് കാളമുറിയിലെ സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതം തടഞ്ഞ് സെന്ററിലെ കാനയുടെ പണി ആരംഭിച്ചത്. എന്നാൽ ഇത് പാതവഴിയിൽ നിർത്തി പണിക്കാർ പോയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. കാനപ്പണി പൂർത്തിയാകാത്തതിനാൽ സർവീസ് റോഡ് തുറക്കാനാകില്ലെന്നാണ് നിർമ്മാണ കമ്പനി പറയുന്നത്. കാളമുറി സെന്ററിൽ നിന്നും കിഴക്കോട്ടുള്ള റോഡിലുള്ള തടസ്സങ്ങൾ വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ചളിങ്ങാട് ഭാഗത്തേക്ക് വലിയ വാഹനങ്ങൾക്കൊന്നും തന്നെ കടന്നു പോകാനാകുന്നുമില്ല. കടകൾക്ക് മുന്നിൽ സ്ഥാപിച്ച തടസ്സങ്ങൾ മാറ്റണമെങ്കിൽ ഹെവി ഉപകരണങ്ങൾ വേണ്ടിവരും. ഇതുവഴി വാഹനങ്ങളും യാത്രക്കാരും വരാതായതോടെ കച്ചവടത്തെയും ബാധിച്ചെന്ന് വ്യാപാരികൾ പറയുന്നു. പനമ്പിക്കുന്നിൽ നിന്നും ആരംഭിക്കുന്ന 3 പീടിക ബൈപ്പാസിലെ കിഴക്ക് ഭാഗത്തെ സർവീസ് റോഡിന്റെ പണിയും പാതിവഴിയിൽ നിർത്തിയ നിലയിലാണ്. ഇതുമൂലം പടിഞ്ഞാറ് ഭാഗത്തെ ഇടുങ്ങിയ റോഡ് വഴിയാണ് ഇരുദിശകളിലേക്കുമുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത്. ഇവിടെ ഗതാഗതക്കുരുക്കും പതിവായിട്ടുണ്ട്. മഴയ്ക്ക് മുമ്പേ കാനയുടെ പണികൾ തീർത്തില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം തിരഞ്ഞെടുപ്പായതിനാൽ വെസ്റ്റ് ബംഗാളിൽ നിന്നും മറ്റുമുള്ള തൊഴിലാളികൾ ഒരുമിച്ച് നാട്ടിൽ പോയതാണ് പണികൾ തടസ്സപ്പെടാൻ കാരണമെന്നും ഒരാഴ്ചയ്ക്കകം പണികൾ പുനരാരംഭിക്കുമെന്നും നിർമ്മാണ കമ്പനി അധികൃതർ പറയുന്നു. മീഡിയ ടൈം, കയ്പമംഗലം. തൃശൂർ പൂരത്തിലെ ആന എഴുന്നള്ളത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാകില്ലെന്ന് ഹൈക്കോടതി. പൊതു താൽപര്യ ഹർജിയിൽ അടിയന്തരമായി ഇടപെടാൻ കഴിയില്ല. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. തൃശൂർ സ്വദേശിയായ വെങ്കിടാചലം എന്നയാൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ മറുപടി. ചൂട് കൂടിയത് കണക്കിലെടുത്ത് ആന എഴുന്നള്ളിപ്പിൽ നിയന്ത്രണങ്ങൾ വേണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. മുൻപ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളിൽ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചുകൊണ്ട് ഹൈക്കോടതി പുറത്തിറക്കിയ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം നിലപാടുകളിലേക്ക് പോകാൻ സാങ്കേതികമായി കോടതിക്ക് തടസ്സങ്ങളുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അടിയന്തര സ്വഭാവമില്ലെന്ന നിലപാട് ഈ വിഷയത്തിൽ കോടതി സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം തൃശൂർ പൂരം ആചാരപരമായ ചടങ്ങുകൾ മാത്രമാക്കി നടത്താനാണ് നിലവിലെ തീരുമാനം. വെടിക്കെട്ട് ഒഴിവാക്കാനും കുടമാറ്റം 15 മിനിറ്റ് മാത്രമായി ചുരുക്കാനും യോഗത്തിൽ തീരുമാനമായി. 15 ആനകൾ ഇരുവിഭാഗങ്ങളിലും അണിനിരക്കും. ഇലഞ്ഞിത്തറമേളം, ആന എഴുന്നള്ളത്ത് തുടങ്ങിയവ ആചാരത്തിന്റെ ഭാഗമാണെന്നും ഒഴിവാക്കാൻ കഴിയില്ലെന്നും പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കിയിരുന്നു. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നെന്നും വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കും, കുടമാറ്റം ചടങ്ങ് മാത്രമായി മാറ്റുമെന്നും തിരുവമ്പാടി ദേവസ്വം നിലപാട് അറിയിച്ചിരുന്നു. മീഡിയ ടൈം, കൊച്ചി. കയ്പമംഗലം പള്ളിനട സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ യോസേഫ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വൈകിട്ട് നടന്ന ചടങ്ങിൽ ഇരിങ്ങാലക്കുട വികാരി ജോസ് മാളിയക്കൽ കൊടിയേറ്റ് നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജിജോ ചാക്യത്ത്, കൈക്കാരന്മാരായ സിബിൻ ജോയ് എലിഞ്ഞിക്കൽ,
വിപിൻ പുളിക്കൽ, ജനറൽ കൺവീനർ ബോബി മാളിയക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 30 വൈകിട്ട് 7 മണിക്ക് അഖില കേരള വടംവലി മത്സരമുണ്ടാകും. മെയ് 1 വൈകിട്ട് 6:30 ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം, 6:45 ഇടവക ദിനാചരണം എന്നിവ നടക്കും. തിരുനാൾ ദിനമായ മെയ് 3 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോബി കടപ്പൂരാൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ റോബിൻ പാലാട്ടി തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഊട്ടുനേർച്ച, വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. ദൈവദാസൻ തിയോഫിനച്ചന്റെ ധന്യപദവി പ്രഖ്യാപനം ഏപ്രിൽ 26 പൊന്നുരുന്നി കപ്പുച്ചിൻ ആശ്രമത്തിൽ നടക്കും. തിയോഫിനച്ചൻ വിശുദ്ധ ജീവിതത്തെ മാനിച്ച് മാർപ്പാപ്പ അദ്ദേഹത്തെ ധന്യപദവിയിലേക്ക് ഉയർത്തുന്നതിന് അനുമതി നൽകിയിരുന്നു. ഞായറാഴ്ച രാവിലെ 9:30 തിയോഫിൻ സമാധിയിൽ കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ നാമകരണ പ്രാർത്ഥന നടത്തും. 10 മണിക്ക് നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ കോഴിക്കോട് അതിരൂപതാ മെത്രാപോലീത്ത വർഗീസ് ചക്കാലയ്ക്കൽ മുഖ്യ കാർമ്മികനാവും. കച്ചുപ്പിൻ സഭാ പോസ്റ്റുലേറ്റർ ജനറൽ ഫാദർ കാർലോ കല്ലോണി ധന്യപദവി പ്രഖ്യാപനം നടത്തും. കച്ചുപ്പിൻ സന്യാസ വൈദികനായ ജിയോഫിനച്ചനെ 2005 ജനുവരി 10 ദൈവദാസനായി പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോടാലിയിൽ പാമ്പുകടിയേറ്റ സഹോദരങ്ങളുടെ വീട്ടിൽ സർപ്പ ടീം നടത്തിയ പരിശോധനകൾ അവസാനിപ്പിച്ചു. വീടിന്റെ തറയുടെ ഒരു ഭാഗം പൊളിച്ച് നടത്തിയ പരിശോധനയിൽ പാമ്പിന്റെ ഉറവിടം കണ്ടെത്താനായില്ല. മാള സിനഗോഗ് കെട്ടിടത്തിന്റെ സംരക്ഷണ ചുമതല കരാർ പ്രകാരം മുസിരിസ് പ്രൊജക്ട് ലിമിറ്റഡിന് നൽകിയിട്ടുണ്ടെങ്കിലും ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. സംരക്ഷണ ചുമതല ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കണമെന്നാണ് പുതിയ ആവശ്യം. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ഉത്തരവാദിത്തമില്ലായ്മ മൂലം കയ്പമംഗലത്ത് നാട്ടുകാരും യാത്രക്കാരും ദുരിതത്തിലായി. 1 മാസത്തോളമായി ഈ മേഖലയിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നും ആരോപണം. ന്യൂസ് 10 സമാപിച്ചു. നമസ്കാരം.